राधा माधवा कुंज बिहारी जय गोपी वल्लभा गिरिवरधारी जय गोपी वल्लभा गिरिवरधारी यशोदानंदन प्रज जनरंजन यशोदानंदन प्रज जनरंजन यमुना तीरा वनचारी यमुना तीरा वनचारी जयवाधा माधवा कुंज बिहारी जयवाधा माधवा कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे हरे जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय जय गौरनिताय निताय गौर हरि बोल हरि बोल निताय गौर हरि बोल निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरि ओम തത്സത് ഹരേ കൃഷ്ണ എല്ലാവർക്കും മറ്റൊരു ഭഗവത്ഗീത യഥാരൂപം ക്ലാസ്സിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 17 ശ്രദ്ധാവിഭാഗങ്ങൾ അതില് 17ാമത്തെ ശ്ലോകം. അപ്പൊ 17 17 18 എടുക്കും. 17 ചെറിയൊരു ശ്ലോകം. ഹരേ കൃഷ്ണ. ശ്രദ്ധാവിഭാഗങ്ങൾ ശ്ലോകം 17. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത് ത്രിവിധം നരേ അഫലകാംക്ഷിഭിർയുക്തേ സാത്വികം പരിചക്ഷതേ. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത് ത്രിവിധം നരേ അഫലാകാംക്ഷിഭിർയുക്തേ സാത്വികം പരിചക്ഷതേ. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത് ത്രിവിധം നരേ അഫലാകാംക്ഷിഭിർയുക്തൈ സാത്വികം പരിചക്ഷതേ. ഈ 3 വിധം തപസ്സും ആധ്യാത്മിക വിശ്വാസത്തോടെയും ഭൗതിക നേട്ടങ്ങളെ ആഗ്രഹിക്കാതെയും പരമപുരുഷന് വേണ്ടി മാത്രം അനുഷ്ഠിച്ചു പോന്നാൽ സാത്വികമെന്ന് പറയാം. ഈ 3 വിധം തപസ്. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസാദേ ശ്രീമതി ജയപതാക സ്വാമിനി നാമിനി നമാചരണ നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസാദ് ബുദ്ധലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമിനി നാമിനി നമസ്തേ സരസ്വതി ഗൗരിവാൻ പ്രചാര നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദിശതാരിണ. जय श्री कृष्ण चैतन्य पूर्णतानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण. ശ്രദ്ധയാ പരയാ തപ്തം. വളരെയധികം
ശ്രദ്ധയോടുകൂടി, ഉം, ആ, ആ, വളരെയധികം വിശ്വാസത്തോടു കൂടി, ശ്രദ്ധയാ പറയാ തത്വം. പിന്നെയോ തപസ്തത്, തപസ്തത് ത്രിവിധം നിറേ. ആ മൂന്ന് തരത്തിലുള്ള തപസ്, തപസ്തത് ത്രിവിധം, മൂന്ന് തരത്തിലുള്ള തപസ്സുകൾ ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് ഈ മൂന്ന് തരത്തിലുള്ള തപസ്സുകൾ? നമ്മൾ എപ്പോഴും പറയും അല്ലെ, മനസ്സുകൊണ്ടോ, വാക്കുകൊണ്ടോ, ശരീരം കൊണ്ടോ, അല്ലെ? എന്താ പറയാ, നമ്മള് മനസ്സ വാച കർമ്മണ എന്ന് പറയില്ലേ, അത് തന്നെയാണ്, സെയിം ആണ്. മനസ്സുകൊണ്ട് നമ്മൾ തപസ് ചെയ്യുന്നുണ്ട്, വാക്കുകൾ കൊണ്ട് നമ്മൾ തപസ് ചെയ്യുന്നുണ്ട്, ശരീരം കൊണ്ട്, അല്ലെ, കർമ്മം കൊണ്ടും നമ്മൾ തപസ് ചെയ്യുന്നുണ്ട്. മനസ്സിന്റെ തപസ്, അല്ലെ, വാക്കുകളുടെ തപസ്, ഉണ്ടായിരിക്കുന്നതാണ് ബുദ്ധി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ ഒരു ശ്ലോകം പറഞ്ഞു, അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്യത് എന്ന് പറഞ്ഞില്ലേ, അല്ലെ? അനുദ്വേഗകരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏ, സത്യം, അതാണ് കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. സത്യവും പ്രയോജനകരവും കേൾക്കുന്നവർക്ക് ഉദ്വേഗം ഉണ്ടാക്കാത്തതും ഹിതകരവുമായ സംഭാഷണവും പതിവായുള്ള വേദമന്ത്രോച്ചാരണവുമാണ് വാക്മയമായ തപസ്, അല്ലെ? അപ്പോ വാക്കുകൾ കൊണ്ടുള്ള തപസ്. നമ്മൾ ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ വലിച്ചു വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ വായിക്കാത്ത കിടക്കുന്ന നാക്ക് മിണ്ടാതെ ഇരിക്കത്തുണ്ടല്ലേ, അല്ലേ? അത് അവിടെ മൗനമായിട്ടിരുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റുമെന്നറിയാം. വീട്ടിൽ സമാധാനം ഉണ്ടാവും, നാട്ടിൽ സമാധാനം ഉണ്ടാവും, അയലോക്കക്കാർക്കൊക്കെ സമാധാനം ഉണ്ടാവും. എന്താ കാര്യം? നമ്മുടെ നാക്ക് മിണ്ടാതെ ഇരിക്കുന്നു, അല്ലേ? അതാണ് തപസ് എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. വലിയ പാടാണ്. നമുക്കാണെങ്കിലോ പറയാനുള്ള ത്വരയാണ് കൂടുതൽ, അല്ലേ? ആരെങ്കിലും ചീത്ത പറയാനാണെങ്കിലോ അതാണ് ഏറ്റവും കൂടുതൽ. ആരെങ്കിലും കുറ്റം പറയാനാണോ അതാണ് ഏറ്റവും കൂടുതൽ, അല്ലേ? അത് എന്താണ്? അതൊന്നും സാത്വികമായിട്ടുള്ള ഇതല്ല. അപ്പോൾ മനസ്സുകൊണ്ടോ, ശരീരം കൊണ്ടോ, വാക്കുകൾ കൊണ്ടോ, അല്ലേ? ഇപ്പോൾ അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. എന്താണ്? പരമപുരുഷൻ, ബ്രാഹ്മണൻ, ആധ്യാത്മികാചാര്യൻ, മാതാപിതാക്കൾ തുടങ്ങിയ ഉന്നതർ എന്നിവരെ ആരാധിക്കൽ ദേഹശുദ്ധി, ലാളിത്യം, ബ്രഹ്മചര്യം, അഹിംസ എന്നിവയെ ശാരീരികമായ തപസ് എന്ന് പറയുന്നു. ശരീരം കൊണ്ടുള്ള തപസ് എന്തൊക്കെയാണ്? പരമപുരുഷൻ, അല്ലെ? പരമപുരുഷനെ, ബ്രാഹ്മണൻ, ബ്രാഹ്മണരെ, ആധ്യാത്മിക ആചാര്യന്മാരെ, ഗുരുക്കന്മാരെ, ശിക്ഷ ഗുരുക്കന്മാരെ, അല്ലെ? ദീക്ഷാ ഗുരുക്കന്മാരെ, മാതാപിതാക്കൾ, മാതാവിനെയും പിതാവിനെയും, അല്ലെ, അച്ഛനമ്മമാരെ, അല്ലെ, തുടങ്ങിയ ഉന്നതർ, അങ്ങനെയുള്ള വളരെ ഉന്നതരായിട്ടുള്ള ആൾക്കാരെ ആരാധിക്കൽ, അവരെ ആരാധിക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു, അവരെ റെസ്പെക്ട് ചെയ്യുന്നു, അല്ലെ? ദേഹശുദ്ധി, പിന്നെയോ നമ്മുടെ ദേഹം ശുദ്ധീകരിച്ച് നമ്മൾ എന്താണ്, തിലകമൊക്കെ ഇട്ട് നല്ല ശുദ്ധിയായിട്ട് സൂക്ഷിക്കുന്നു. പിന്നെ ലാളിത്യം, വളരെ എളിമ, അല്ലെ? എല്ലാത്തിലും ലാളിത്യം, ഒരുപാട് ഡംബോ, അഹങ്കാരം ഒന്നും കാണിക്കാത്ത ലാളിത്യം. പിന്നെ ബ്രഹ്മചര്യം നമ്മൾ എന്താണ് കാത്തു സൂക്ഷിക്കുന്നു. പിന്നെ അഹിംസ, അല്ലെ? ആരെയും നമ്മൾ ഉപദ്രവിക്കുന്നില്ല, ഒരു മൃഗങ്ങളെ നമ്മൾ കൊന്നു തിന്നുന്നില്ല, നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല, അഹിംസ, അല്ലെ? എന്നിവയെ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണത്? ശാരീരികമായ തപസ് എന്ന് പറയുന്നു. അതാണ് ശാരീരികമായ തപസ്. നമ്മൾ വിചാരിക്കില്ല ശരീരം കൊണ്ട് നമ്മൾ എന്ത് തപസ്സാ ചെയ്യുന്നത്. നമ്മൾ കർമ്മണ, ഇതാണ് കർമ്മണ, മനസ്സ് വാച കർമ്മണയിലെ കർമ്മണയാണ്. പിന്നെയാണ് രണ്ടാമത് എന്താണ്? വാചയെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞു? എന്താണ്? സത്യവും പ്രയോജനകരവും കേൾക്കുന്നവർക്ക് ഉദ്വേഗം ഉണ്ടാകാത്തതും. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നരുത്, ഒരു ബുദ്ധിമുട്ട് വരരുത്. അനുദ്വേഗകരം, അവരെ ഉദ്വേഗിപ്പിക്കുന്നില്ല എന്നർത്ഥം, അല്ലെ? അവരെ വിഷമിപ്പിക്കുന്നില്ല എന്നർത്ഥം. ഹിതകരമായിട്ട്, ഹിതം എന്ന് പറഞ്ഞാൽ വളരെ അവർക്ക് അത്യാവശ്യത്തിന് മാത്രം ഹിതകരമായിട്ടുള്ള സംഭാഷണം സംസാരിക്കുന്നത്, പതിവായുള്ള വേദമന്ത്രോച്ചാരണം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, പതിവായിട്ട് നമ്മൾ ചെയ്യുന്നു, അല്ലെ? ഇതെല്ലാം എന്താണ്? വാക്കുകൾ കൊണ്ടുള്ള തപസ്സാണ്. പിന്നെയോ സംതൃപ്തി, സൗമ്യത, മൗനം, ആത്മസംയമനം, സ്വഭാവശുദ്ധി എന്നിവ മാനസികമായ തപസ്സിൽ നിന്ന് വരും. എന്താണ്? സംതൃപ്തി, എല്ലാം തൃപ്തിയാണ്, നമുക്കെല്ലാം തൃപ്തിയാണ്, നമുക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, അത്യാഗ്രഹങ്ങളൊന്നുമില്ല. സംതൃപ്തി. സൗമ്യത, അല്ലെ? നമ്മൾ വളരെ സൗമ്യമായിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത്, സംസാരിക്കുന്നത്. പിന്നെ മൗനം, കൂടുതൽ നേരം മൗനമായിട്ടിരിക്കാൻ ശ്രമിക്കും. ചില അമ്പലങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടില്ലേ, ശബ്ദം എന്താണ്? മന്ത്രോച്ചാരണത്തിന് മാത്രം എന്ന് എഴുതി വെച്ചിട്ടില്ലേ? അതെന്താണ് അർത്ഥം? നമ്മൾ അതും നോക്കി വായിച്ചിട്ട് നമ്മൾ ചലിക്കാൻ തുടങ്ങും, അല്ലേ? ഭയങ്കര ബഹളം, മര്യാദയ്ക്ക് ഇരുന്ന് അവിടെ ജപിക്കുന്നവരൊക്കെ പോലും ശല്യം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, അല്ലേ? വിഷയിക സ്വഭാവം, വിഷയിക സുഖങ്ങൾ, അല്ലെ? അതിന് ആ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്കൊരു
ഒരു സന്തോഷം ഉണ്ടാവും. അത് അതൊന്നും പാടില്ല അല്ലേ? അതാണ് മനസ്സിന്റെ ശുദ്ധി എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ്? സംതൃപ്തി, സൗമ്യത, മൗനം, ആത്മസംയമനം, സ്വഭാവശുദ്ധി എന്നിവ മാനസികമായ തപസ്സിൽ പെടുന്നു. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഭൗതികത യഥാരൂപം ഇതേ അധ്യായത്തിൽ 17-ാം അധ്യായത്തിൽ 14, 15, 16 ഈ ശ്ലോകങ്ങളിൽ ഇതെല്ലാം ഭഗവാൻ വിവരിക്കുന്നുണ്ട്. ഇതെല്ലാം ആര് പറഞ്ഞെന്ന്? ഭഗവാൻ പറഞ്ഞെന്നാണ് അല്ലേ? സംതൃപ്തി, സൗമ്യത, മൗനം, ആത്മസംയമനം അല്ലേ? ആത്മമായ നമ്മളെ എന്താണ്? സെൽഫ് കൺട്രോൾ, ആത്മസംയമനം, സ്വഭാവശുദ്ധി അല്ലെ? വളരെ നല്ല സ്വഭാവം എന്നിവ മാനസികമായ തപസ്. അപ്പൊ ഇതെല്ലാം മനസ്സുകൊണ്ടുള്ള തപസ്സാണ് അല്ലേ? നമ്മൾ മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റ് ചെയ്യാൻ പാടില്ലെന്നാണ്. നമ്മൾ ചിലപ്പോൾ പ്രവർത്തിക്കില്ല, പക്ഷെ മനസ്സിൽ വിചാരിക്കും. എന്തെങ്കിലുമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് അത് എന്താണ്? തെറ്റാണ്. അത് ശിക്ഷാർഹമാണ്. അതും കർമ്മങ്ങളിൽ, പാപകർമ്മങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റില്ല, വേറെ ആർക്കും കാണാൻ പറ്റില്ല, ഇല്ല നമ്മളെ കൂടെ ഉള്ളവർക്കും കാണാൻ പറ്റില്ല. പക്ഷെ ചില ആൾക്കാർക്ക് കാണാൻ പറ്റും, പ്രകൃതിക്ക് കാണാൻ പറ്റും. അവരിങ്ങനെ എഴുതി കുറിച്ച് വെച്ചുകൊണ്ടിരിക്കും അല്ലേ? എന്റെ മനസ്സിൽ ഇതാ ഇങ്ങനെ ഒരു ദുഷ്ടത വന്നു, അവരുടെ മനസ്സിൽ ഇവിടെ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവർ അപ്പോഴപ്പോഴും ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, എന്തുമാത്രം പേജായെന്നറിയോ ഇത് അല്ലേ? നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് അപരാധം ചെയ്യുന്നത്. വെളിയിലൊക്കെ ചിരിച്ച് ചിലപ്പോൾ വളരെ കാര്യമായിട്ടൊക്കെ സംസാരിക്കും, പക്ഷെ ഉള്ളില് നമുക്ക് ഒരാളോട് ഭയങ്കര അവകാശത അല്ല, ഒരു ദേഷ്യവും ഒരു വിഷമമൊക്കെ ഉണ്ടാവും അല്ലേ? അത് പക്ഷെ നമ്മൾ വെളി കാണിക്കില്ല. അപ്പൊ നല്ല അഭിനേതാക്കന്മാരെ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഷീലയൊക്കെ കണ്ട് നന്നായിട്ട് അഭിനയിക്കും അല്ലേ? അന്തം വിട്ടു പോകും ആൾക്കാർ അല്ലേ അഭിനയിച്ചിട്ട്. ഉള്ളില് വേറെ എന്തായിരിക്കും അല്ലേ? അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. ഉം. അപ്പൊ അതാണ്. അപ്പൊ ഇവിടെ ഇന്നത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരേ. 3 വിധത്തിലുള്ള തപസ്സുകളാണ്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. മനസ്സുകൊണ്ടോ, വാക്കുകൊണ്ടോ, ശരീരം കൊണ്ടോ, കർമ്മം കൊണ്ടോ. ശരീരം എന്ന് പറഞ്ഞാൽ കർമ്മം, അത് ഈക്വൽ ടു കർമ്മം അല്ലെ? കർമ്മം കൊണ്ടോ നമ്മളെ എന്ത് ചെയ്യുന്നു? ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരേ അല്ലെ? ഈ 3 വിധം തപസ്സും ആധ്യാത്മിക വിശ്വാസത്തോടെയും ഭൗതിക നേട്ടങ്ങളെ ആഗ്രഹിക്കാതെയും ഫലകാംക്ഷയില്ലാതെ അല്ലെ? നമ്മൾ അതിലൊന്നും അല്ലെ, എന്താ പറയുക പറഞ്ഞ ഫലാകാംക്ഷി, ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ അതിന്റെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അല്ലെ? അപ്പൊ നമ്മൾ വിശ്വാസത്തോടു കൂടിയും ഫലമൊന്നും കാക്ഷിക്കാതെയും ചെയ്യുന്ന എന്താണ് കർമ്മത്തിനെ എന്ത് പറയും? നമ്മൾ തപസ്സിനെ എന്ത് നമ്മൾ പറയും? സാത്വികം പരിചക്ഷതേ. അതെല്ലാം സാത്വികമാണ്. അതെല്ലാം എന്താണ്? മോഡ് ഓഫ് ഗുഡ്നെസ്സിലാണ് അല്ലെ? അപ്പൊ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെയധികം വിശ്വാസത്തോടു കൂടി ചെയ്യണം അല്ലെ? അപ്പൊ ഇതെല്ലാം എന്തായിരിക്കും? സാത്വിക മൂഡിലായിരിക്കും നമ്മൾ ചെയ്യും. അപ്പൊ അത് കുറച്ച് കുറച്ച് പതുക്കെ പതുക്കെ അത് അതീന്ദ്രിയമായി മാറും എന്നർത്ഥം അല്ലെ? അതീന്ദ്രിയം എന്ന് പറഞ്ഞാൽ ഭഗവാൻ വളരെ ഇഷ്ടപ്പെട്ടത് എന്നർത്ഥം. ഭഗവാൻ ഇഷ്ടപ്പെട്ടതായിട്ട് മാറും. അപ്പൊ ഇത് നമ്മള് ശുദ്ധഭക്തിക്ക് വേണ്ടി നമ്മൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യണമെന്നാണ് അല്ലെ? നമ്മളാരും പ്യൂർ അല്ല, നമ്മളാരും എന്താണ് ശുദ്ധാത്മാക്കളൊന്നുമല്ല. അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരാണ്. നമുക്ക് തോന്നും ഞാൻ ഭയങ്കര ഭക്തനാണ്, ഞാൻ ഭയങ്കര ശുദ്ധനാണെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആൾക്ക് നമുക്ക് പോലും അറിയത്തില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധഭക്തന്മാരുമായി നമ്മൾ ഒരുപാട് ഇടപഴകാൻ ശ്രമിക്കണം. അവരുമായിട്ട് ഇടപഴകുമ്പോൾ കുറേയൊക്കെ ക്വാളിറ്റി നമുക്കത് വന്നിച്ചേരും. ഫോർ എക്സാമ്പിൾ, ഒരു സന്യാസി വരും അല്ലെ? അദ്ദേഹം എന്താണ് സദാ ഹരിയായിട്ടിരിക്കുന്ന ആൾക്കാർ അല്ലെ? സന്യാസിമാരെന്നൊക്കെ അവർക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ പറയുന്നത് എന്താണ് ഇസ്കോണിലെ സന്യാസിമാരെ കുറിച്ചിട്ടാണ്. നമുക്ക് അവരെ കുറിച്ചിട്ട് അറിയുള്ളൂ അല്ലെ? അപ്പൊ അവര് വേറെ ഒരു താല്പര്യത്തോടു കൂടിയല്ല നമ്മളുടെ അടുത്ത് വരികയും അല്ലെങ്കിൽ നമ്മളെ അമ്പലത്തിൽ വരികയും പ്രഭാഷണമൊക്കെ തരുന്ന വേറൊരു താല്പര്യം. പിന്നെ അവരുടെ താല്പര്യം എന്താണ്? എല്ലാവർക്കും കൃഷ്ണാബോധം കൊടുക്കണം എന്നുള്ള ഒറ്റ താല്പര്യം മാത്രം അല്ലേ? അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള സഹവാസം നമുക്ക് ഒരുപാട് ഉപയോഗം ചെയ്യുന്നതാണ് പറയുന്നത് അല്ലേ? ഇനി കുറച്ച് ആൾക്കാരുണ്ട്, അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഇതാണ് സത്കാരമാന പൂജാർത്ഥം തപോ തമ്പേന ചൈവയ പ്രിയതേ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. രാജസം ചലമധ്രുവം. നമ്മളിപ്പോ സാത്വികത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി രാജസമായിട്ടുള്ള തപസ്സുണ്ട്, അതെന്താണെന്ന് നോക്കാം. ബഹുമതിയും ആരാധനയും നേടാനോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു ബഹുമതി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ ആരാധന നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അതിലെന്തെങ്കിലും നമ്മൾ ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ നമ്മളെ പുകഴ്ത്തും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ? ആ, മാതാജി എന്ന് ചൊല്ലിയ മന്ത്രം നന്നായിരുന്നു കേട്ടോ, ഇങ്ങനെ വേണം ചൊല്ലാൻ.
അല്ലേ? മഹാരാജിക്ക് മാത്രമേ അതിനെ കൊണ്ട് കഴിയുള്ളൂ എന്നൊക്കെ പറയും. അല്ലേ? ഓ, മഹാരാജി എന്താണ് ആ ജ്യൂസ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഭഗവാൻ അത്രയും നന്നായിട്ട് കൊടുക്കാൻ പറ്റിയത്, അല്ലേ? മഹാരാജിക്ക് അല്ലാതെ ഇത്രയും ജ്യൂസ് നന്നായിട്ട് എങ്ങനെ ആർക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? അപ്പൊ ഈ കേൾക്കുമ്പോൾ ഒരു സന്തോഷം, അല്ലേ? ഏഹ് അതാണ്. ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയും. ബഹുമതിയും ആരാധനയും നേടാനോ അഹങ്കാരം കൊണ്ടോ ചെയ്യപ്പെടുന്ന തപസ് രാജസമാണ്. അഹങ്കാരം അഹങ്കാരം കൊണ്ടും തപസ് ചെയ്യുമെന്ന് മനസ്സിലായില്ലേ ഇപ്പൊ, അല്ലേ? ഏഹ് ആ, 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 ആ. അഹങ്കാരം കൊണ്ട് തപസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹിരണ്യകശിപു, അദ്ദേഹം തപസ് ചെയ്തു, അല്ലേ? ഭയങ്കര ജ്ഞാനിയാണ്. പക്ഷെ അദ്ദേഹം തപസ് ചെയ്തു, അല്ലേ? അങ്ങനെയുള്ള ആൾക്കാരും തപസ് ചെയ്യുന്നുണ്ട്. അപ്പം അഹങ്കാരം കൊണ്ട് ചായപ്പെടുന്ന തപസ് രാജസമാണ്, ക്ഷണികവും അനിശ്ചിതവുമാണ്. അതെല്ലാം ക്ഷണികമാണ്. അതൊന്നും ഇതാണ് ആ, 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 ഉള്ള കാലം നിലനിൽക്കുന്നതല്ല, അനിശ്ചിതം. അപ്പോ ചില ആൾക്കാർക്ക് ഇങ്ങനെ കാണിക്കാനാണ് താല്പര്യം. ഉം. ചിലര് വന്ന് പറയും, ഞാൻ ഇന്ന് ഏകാദശി വ്രതം എടുക്കുകയാണ്, ജലം പോലും കുടിക്കത്തില്ല എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ നല്ല ജ്യൂസൊക്കെ അവിടെ ഉണ്ടാക്കി വെക്കുമ്പോൾ, അല്ലെ, അമ്പലത്തിൽ ഉണ്ടാക്കി വെക്കുമ്പോൾ അവർ പറയും, ഇല്ല ഇല്ല ഞാൻ ഇന്നൊന്നും കഴിക്കത്തില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അത് പറയുമ്പോൾ പ്രസാദം കഴിച്ചോ, ഇല്ല ഇല്ല ഞാൻ ഇന്ന് ഏകാദശിയാണ്, ഇന്ന് ഫുൾ ഫാസ്റ്റിംഗ് ആണ്, അല്ലെ? ഞാനൊന്നും കഴിക്കത്തില്ല എന്നിങ്ങനെ കാണുന്നവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും, അല്ലെ? അപ്പോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മാതാജി ഇങ്ങോട്ട് വരുമ്പോൾ ചോദിക്കും നമ്മള്, അയ്യോ പ്രഭു ഒന്നും കഴിക്കത്തില്ല, പ്രഭു ജലപാനം എന്താണ് നിർജ്ജലമാണ്, ഇങ്ങനെയാണ്. അപ്പോഴാണ് മഹാരാജ്, അയ്യയ്യേ, അങ്ങനെ വീട്ടിൽ വന്ന് ഇഷ്ടം പോലെ കഴിക്കുന്നു, ഇവിടെ വന്ന് ഡമ്പ് കാണിക്കുന്നത്, അതാണ് ഈ ദം. ദം എന്ന് പറഞ്ഞില്ലേ? ഇവിടെ വന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണെന്ന് പറഞ്ഞു. വല്ല ആവശ്യമുണ്ടോ, അല്ലെ? അതെല്ലാം പൂച്ചെല്ലാം വെളിയിലായി. ഏ? അപ്പോ ആ, ചിലര് പറയും, ഞാൻ ഇനി മുതൽ സ്വീറ്റ്സേ കഴിക്കില്ല. പക്ഷെ വീട്ടിൽ പോയിട്ട് ഇഷ്ടംപോലെ സ്വീറ്റ്സ് കഴിക്കും, അല്ലെ? അങ്ങനെയുള്ള തപസ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? ഉം. ഇവിടെ ചില ആൾക്കാർ ഏകാദശിക്ക് തപസ് ചെയ്യുന്നതും അങ്ങനെയാണ്. നമ്മള് മുമ്പില് ആരും ഒന്നും കഴിക്കത്തില്ല, പക്ഷെ വീട്ടിൽ പോയിട്ട് കഴിക്കും, അല്ലേ? അപ്പൊ അതൊന്നും അതൊക്കെ എന്താണ്, അതെല്ലാം രാജസികമായിട്ടാണ് കണക്കാക്കുന്നത്. രാജസികമായിട്ടുള്ള തപസ്. അപ്പോൾ മൂന്ന് തരത്തിലുള്ള തപസ്സുകളുണ്ട്, അല്ലെ? മൂന്ന് തരത്തിലുള്ള തപസ്സുകളുണ്ട്. ഈ മൂന്ന് തരത്തിലുള്ള തപസ്സുകളും പിന്നെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ആ, നമുക്ക് സാത്വിക ഗുണത്തിൽ ചെയ്യാൻ പറ്റും, രജോ ഗുണത്തിൽ ചെയ്യാൻ പറ്റും, താമസിക ഗുണത്തിൽ ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ എങ്ങനെയൊക്കെ വേർതിരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. ഉം. ഈ ചിലർക്ക് ഈ ഷോ ഓഫ് ഭയങ്കര താല്പര്യമാണ്. ഇപ്പോ നമ്മളതിലല്ല, ചില ഗുരുക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ കാലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ടിരിക്കും തൊട്ട് തൊഴാനായിട്ട്, അല്ലെ? തൊട്ട് തൊഴിലില്ലെങ്കിൽ അവർ നമ്മൾ ശവിക്കും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തുവാണ്, ആ, 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 തപോ ഗുണത്തിലാണ്, അല്ലെങ്കിൽ രജോ ഗുണവും തപോ ഗുണവും കൂടി ചേർന്നതാണ്, അല്ലെ? യാതൊരു ഉപയോഗവും. ഉം. അത് അങ്ങനെയുള്ള തപസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മിണ്ടായിരുന്നാ പോയി, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പോണെന്ന്. അല്ലെ? അപ്പൊ ഈ അധ്യായത്തില് ത്യാഗത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ തപസ്സിനെ കുറിച്ചിട്ടാണ് ഭഗവാൻ പറയുന്നത്. മനസ്സിന്റെയും സംസാരത്തിന്റെയും ശരീരത്തിന്റെയും ത്യാഗത്തിനെ എന്താണ്, തപസ്സിനെ കുറിച്ചിട്ട്, അല്ലെ? തപസ്സിനെ കുറിച്ച് ഭഗവാൻ പറയും. നമ്മൾ ഇന്നത്തെ ശ്ലോകത്തില് ഒരു ഗുണത്തിലിരുന്നു കൊണ്ട് തപസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയുന്നു. സാത്വികം, രാജസികം, താമസം, അല്ലെ? ഇപ്പോ സത്വഗുണത്തിൽ ഇരുന്നിട്ട് ചെയ്യാം, രജോ ഗുണത്തിൽ ഇരുന്നിട്ട് ചെയ്യാം, തമോ ഗുണത്തിൽ ഇരുന്നിട്ടും തപസ് ചെയ്യാൻ പറ്റും. ത്യാഗം ആ, അല്ലെങ്കിൽ തപസ് ഇല്ലാതെ ഈ ലോകത്ത് ആർക്കും തന്നെ ഒന്നും ആയിത്തീരാൻ ഒക്കില്ല. പ്രശസ്തരായ കലാകാരന്മാരായാലും ഭരണാധികാരികളായാലും ഏത് തുറയിൽ ആരായാലും അവരെല്ലാവരും ഒരുപാട് തപസ് ചെയ്യുന്നവരാണ്, അല്ലെ? ത്യാഗം സഹിച്ചവരാണ് ആ ലെവലിൽ, അല്ലെ? എന്നിട്ടാണ് അവര് ആ ലെവലിൽ എത്തിയിട്ടുള്ളത്. ആരെ നോക്കിയാലും, ഇപ്പോ രാഷ്ട്രീയക്കാരാണെങ്കിലും കലാകാരന്മാരാണെങ്കിലും സയന്റിസ്റ്റ് ആണെങ്കിലും, അല്ലെ? ഇനി ആരെ നോക്കിക്കഴിഞ്ഞാൽ അവരെ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, നടന്മാരാണെങ്കിലും, അല്ലെ? ഏഹ് കലാകാരന്മാർ, അപ്പോൾ അവരെ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ അത്രയും ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളതാണ്, അവർ അത്രയും ഓസ്റ്ററിറ്റി എടുത്തിട്ടുള്ളതാണ്, അത്രയും തപസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനൊക്കെയാണ് തപസ് എന്ന് പറയും, അല്ലെ? നമ്മൾ തപസ് ചെയ്യുന്നുണ്ടോ? ചിലർ പറയുന്നുണ്ടെന്ന്, ചിലർ പറയില്ല, അല്ലെ? നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്താണ്? എല്ലാ ദിവസവും മുടങ്ങാതെ 16 റൗണ്ട് ജപിക്കും, ഒരു തപസ്സാണ്, അല്ലെ? ഞാൻ ഭഗവാനെ സന്തോഷിപ്പിക്കും, തപസ്സാണ്, അല്ലെ? എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ ഈ സത്സംഗത്തില് ജോയിൻ ചെയ്യും, തപസ്സാണ്, അതൊരു തപസ്സാണ്, അല്ലെ? നമുക്ക് അത് മാറ്റിവെക്കാൻ പറ്റാത്തൊരു തപസ്സാണ്. ജോയിൻ ചെയ്തില്ലെങ്കിലോ, ഒരു ദിവസം വന്നില്ലെങ്കിലോ എന്തോ നഷ്ടപ്പെട്ടതുപോലെ, അല്ലെ? നമുക്ക് എന്തോ ഒരു കുറവ് പോലെ തോന്നും. ആ സന്തോഷം ഒരു മ്ലാനതയായിരിക്കും, വലിയ ഒരു 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 സന്തോഷം ഉണ്ടാവില്ല.
അല്ലെങ്കിൽ ഒരു ഉന്മേഷം ഉണ്ടാവില്ല. എന്തോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് പോലെയുണ്ട്, അല്ലേ? അവിടെ എന്തുകൊണ്ടാണ് ഈ സത്സംഗത്തിൽ കയറാത്തത്? അത്രയും ആത്മാർത്ഥമായിട്ടുള്ളത്, അല്ലേ? അത്രയും ശുദ്ധഭക്തരാവണം താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒരു ചിന്ത വരും. ഛേ, മോശമായി ഇന്ന് കയറിയില്ലല്ലോ. വൈതൽ പ്രഭു വിളിച്ച് ചോദിക്കുന്നുള്ളത് കൊണ്ടല്ല, നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നണം. നമ്മുടെ ഉള്ളിൽ തോന്നണം എന്ത്? ഓ, ഇന്ന് കയറിയില്ല, അത് വിഷമായി പോയി. ഭഗവാന് വേണ്ടിയുള്ള ഓസ്റ്ററിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്, തപസ്സാണ് ചെയ്യുന്നത്, അല്ലേ? ഉം. അപ്പോ ആ, നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും കുടുംബത്തിലാണെങ്കിൽ പോലും ഉം, സമാധാനം വേണമെന്നുണ്ടെങ്കിൽ, സന്തോഷത്തിനായാലും നാം ഒരുപാട് വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും, അല്ലെ? ചിലരൊക്കെ ഒന്ന് പറയും, പലതും കാര്യങ്ങളൊന്നും പറയുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കും. മൗനമാണ്, അല്ലെ, വിദ്വാന് ഭൂഷണം എന്ന് പറയുന്നത് പോലെ. മൗനം ഭോജി. ഇപ്പൊ നമ്മൾ ഒരു തപസ്സാണ് ചെയ്യുന്നത്, അല്ലേ? ഇല്ല, ഞാൻ ഒന്നും തിരിച്ചു പറയില്ല, ഞാൻ അതിന് റിയാക്ട് ചെയ്യില്ല. അവൻ എന്തോ പറഞ്ഞോണ്ട് പോട്ടെ, അങ്ങനെ എന്തോ പറഞ്ഞോണ്ട് പോട്ടെ, അവൾ എന്തോ പറഞ്ഞോണ്ട് പോട്ടെ, ഞാൻ പറയില്ല. ഓസ്റ്ററിറ്റി, തപസ്സാണ്. അപ്പൊ അങ്ങനെ ഉള്ള വീട്ടിൽ എന്ത് സംഭവിക്കും? സമാധാനം ഉണ്ടാവും, അല്ലേ? അവിടെ ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല, പാത്രങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കത്തില്ല, അല്ലേ? ഉം. അല്ലെങ്കിൽ എന്താണ്, ഈ ചപ്പാത്തി പരത്തുന്ന പലക, അല്ലെങ്കിൽ ആ ഇതില്ലേ, അതിങ്ങനെ പറന്നു വരത്തില്ല, അല്ലേ? അപ്പൊ അങ്ങനെ വളരെ സമാധാനമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നന്നായി നോക്കണമെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വരും, അല്ലേ? നമുക്ക് പല കാര്യങ്ങളും കഴിക്കണമെന്നൊക്കെ തോന്നും, പക്ഷെ കഴിക്കാതിരുന്നു കഴിഞ്ഞാലാണ് നമുക്ക് നല്ലത്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അതൊക്കെ വാരി വലിച്ചു കെടുത്തി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും, ആകെ കുളമാവും. ചില ആൾക്കാർക്കില്ലേ, ഇപ്പൊ ചില ആൾക്കാർക്ക് ഐസ്ക്രീം കുടിച്ചു കഴിഞ്ഞാൽ അപ്പം ജലദോഷം വരും. കണ്ടാ മതി, ഇങ്ങനെ ഐസ്ക്രീമിന് എഴുതി വെച്ചിരിക്കണ കണ്ടാ മതി ചിലർക്ക് ആ, മൂക്കൊലിക്കുന്നത്, അല്ലേ? ജലദോഷം വരും. അപ്പൊ കഴിച്ചാലുള്ള സ്ഥിതി എന്ന് വരും. ഞാനൊരു രഹസ്യം പറഞ്ഞില്ല, ആർക്ക് വേണമെങ്കിലും ഐസ്ക്രീം കഴിക്കും, പനിയുള്ളവർക്ക് വേണമെങ്കിൽ ഐസ്ക്രീം കഴിക്കും. ഈ ഐസ്ക്രീം കഴിച്ച ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ പലരും ചെയ്യുന്നത് പോലെ, ഏഹ്, എന്താണ്, നല്ലൊരു ചൂടുവെള്ളം അങ്ങോട്ട് കുടിച്ചാൽ മതി. അപ്പൊ ആ ഐസ് അങ്ങോട്ട്, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വരെ അല്ലേ ഉള്ളൂ നമുക്ക് ആ ഒരു സുഖം, അല്ലെങ്കിൽ ആ ഒരു രുചി. അത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വറ്റുവലിന് കണക്ക്, അല്ലെ? എന്താണെങ്കിലും ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും അറിയത്തില്ല അവിടെ എന്താ സംഭവിക്കുന്നത്. പക്ഷെ ഈ തൊണ്ടയിലൂടെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ആ ഒരു രുചി കിട്ടുന്നത്, അല്ലെ? നാവിലൂടെ ഇറങ്ങുമ്പോഴാണ്. അപ്പൊ എന്ത് ചെയ്യണം? എന്തും കഴിച്ചോളൂ, ഐസ്ക്രീം കഴിച്ചോളൂ, കുടിച്ചോളൂ, പക്ഷെ ഉടനെ തന്നെ നമ്മള് കുറച്ച് ചൂടുവെള്ളം എടുത്ത് കുടിച്ചാൽ മതി. നല്ല ചൂടായിരിക്കണം, അല്ലേ? അപ്പൊ അത് ക്ലീൻ ക്ലീനായി. ഉം. അപ്പോ അപ്പൊ അങ്ങനെ ആ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീം കണ്ടാൽ നമുക്ക്, ഇല്ലേ, വേണ്ട, അല്ലേ, വേണ്ടാന്ന് തോന്നും. അപ്പൊ അതൊരു തപസ്സ. ചിലർക്ക് മധുരം കാണുമ്പോൾ ഒരു ആക്രാന്തം ഉണ്ടാവും, അത് തപസ്സാണ്. പായസം കാണുമ്പോൾ ആക്രാന്തം ഉണ്ട്, തപസ്സാണ്, അല്ലേ? അപ്പോ വയററിഞ്ഞ് നമ്മൾ വേണം കഴിക്കാൻ. ആവശ്യത്തിന് ഉറങ്ങണം, അല്ലേ? നേരത്തെ എണീൽക്കണം, എണീക്കുകയും വേണം. ചിലർ യോഗ ചെയ്യും, അല്ലേ? നല്ലതാണ്, യോഗ ചെയ്യണം, നല്ലതാണ്. പിന്നെ ചിലരാണെങ്കിൽ ഡാൻസ് കളിക്കാൻ പോകും ആ സമയത്ത്, അല്ലേ? ആ ഡാൻസ് ചെയ്യുന്നതും ശരീരത്തിന് നല്ല ആരോഗ്യമാണ്. കാര്യം നല്ല മെയ് വഴക്കം ഉണ്ടെങ്കിൽ ഡാൻസ് ചെയ്യാൻ പറ്റും. നെയ് വഴക്കം വേണമെന്നുണ്ടെങ്കിൽ ശരീരം അതിനനുസരിച്ച് വഴങ്ങി കൊടുക്കണമെന്ന് അർത്ഥം. ശരീരം വഴങ്ങി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ അസുഖങ്ങളൊന്നും ഇല്ലാന്ന് അർത്ഥം. മുട്ടുവേദന, കാലുവേദനയൊന്നും ഇല്ലാന്ന് അർത്ഥം, അല്ലെ? അതുകൊണ്ടാണ് ശരീരം അങ്ങനെ വഴങ്ങി കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ കൃഷ്ണാബോധത്തിൽ നിൽക്കാനായിട്ട് നാം കുറേ ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും, കുറേ തപസ്സുകൾ നമ്മൾ ചെയ്യേണ്ടി വരും എന്നർത്ഥം, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അസുരന്മാരും, അല്ലെ, ഒരുപാട് ദേവന്മാരും അസുരന്മാരും നമ്മളും മനുഷ്യരും മാത്രമല്ല. ദേവന്മാർ അങ്ങനെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അസുരന്മാരാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ മനുഷ്യരും, അല്ലെ, ഒരുപാട് തപസ്സുകൾ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിരണ്യകശിപു, ഹിരണ്യകശിപുവിന്റെ കഥ എല്ലാവർക്കും അറിയാം, ഭസ്മാസുരന്റെ കഥ അറിയാം, അല്ലെ? ഭസ്മാസുരൻ എന്താ ചെയ്തത്? ഏഹ് അദ്ദേഹം ആ, ശിവനെ ഭജിച്ചു, അല്ലെ? ഭജിച്ചിട്ട് ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ, അല്ലെ? ശിവഭഗവാൻ വന്നിട്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയും? ഞാൻ ആരെ തൊട്ടാലും അവരുടെ തല പൊട്ടിത്തെറിക്കണം, അവർ മരിച്ചു പോകണം, ഭസ്മമായി പോകണം, അല്ലേ? എന്നാണ് ഒരു വരം ചോദിച്ചത്. ഉം. അല്ലേ? അപ്പൊ ഭഗവാൻ എന്ത് പറയും? ശിവഭഗവാൻ എന്ത് പറയും? വേറെ ഒന്നും നിവൃത്തിയില്ല, തഥാസ്തു, ഒക്കെ ആയിക്കോട്ടെ. ഇപ്പൊ ആർക്ക് വരം കിട്ടി? നമ്മുടെ ഭസ്മാസുരന് വരം കിട്ടി, അല്ലേ? ഏഹ് ആ ഭസ്മാസുരൻ എന്ത് ചെയ്തു? ഭസ്മാസുരൻ എന്ത് ചെയ്തു? ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണ്ടേ, അല്ലേ? ഇത് ഈ ശിവഭഗവാൻ വെറുതെ എങ്ങാനും പറഞ്ഞാണ്. അപ്പൊ നോക്കുമ്പോ ഫ്രണ്ടിൽ ആരും നിൽപ്പുണ്ട്, ശിവഭഗവാൻ നിൽപ്പുണ്ട്. അപ്പൊ ഭഗവാൻ ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്തോട്ടെ, അല്ലേ, എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ തലയിൽ തൊടാനായിട്ട് പോയി. ഓരോരുത്തർക്കും ഓരോ, അല്ലേ, നമുക്ക് തഥാസ്തു ഒക്കെ പറയുമ്പോൾ സൂക്ഷിച്ചു വേണം തഥാസ്തു പറയാനായിട്ട്. നമുക്ക് അങ്ങ് ഉപദ്രവമായി വരും. അതാണ് ശിവഭഗവാൻ സംഭവിച്ചത്. ഓടിപ്പോയി, കാരണം ജീവൻ രക്ഷപ്പെടുത്തണ്ടേ. ഓടി, അദ്ദേഹം ഓടി, അല്ലേ? ഓടി
ബ്രഹ്മദേവന്റെ അടുത്ത് പോയി. ബ്രഹ്മദേവൻ പറഞ്ഞു, എന്നെ കണ്ടിട്ട് ഒരു കഥയില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിക്കുക, അല്ലെങ്കിൽ ഇനി അങ്ങനെ എന്റെ തലയിലായിരിക്കും എന്താണ് 4 തലയിൽ തൊടേണ്ടി വരും, അല്ലേ? എന്റെ തലയിൽ തൊട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും, അതിനേക്കാൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകുന്നു. അങ്ങനെ ശിവഭഗവാൻ നിവൃത്തിയില്ലാതെ ആരടുത്ത് വരും? നമ്മുടെ വിഷ്ണു ഭഗവാന്റെ അടുത്ത് വരും. വിഷ്ണു ഭഗവാൻ പറയും, ശരി അവിടെ കയറി വിളിച്ചിരുന്നോളം പറയും, അല്ലേ? ഉം. അപ്പൊ വിഷ്ണു ഭഗവാൻ പറഞ്ഞു. അപ്പൊ വിഷ്ണു ഭഗവാൻ അടുത്ത് ഭസ്മാസുരൻ വന്നിട്ട് പറയും, ശിവഭഗവാൻ ഇങ്ങോട്ട് ഓടി വന്നോ, എനിക്കൊരു വരം തന്നിട്ട് ഓടിക്കളഞ്ഞു എന്നോ, അല്ലേ? എന്താണ് നിനക്ക് വരം തന്നത്? അപ്പൊ എന്താണ് ഭസ്മാസുരൻ പറഞ്ഞു, ഞാൻ ആരുടെയെങ്കിലും തലയിൽ തൊട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കണം, അല്ലേ? അതാണ് എന്റെ ആവശ്യപ്പെട്ട വരം. അത് തന്നെയാണ് അദ്ദേഹം തന്നത്. തഥാസ്തു പറഞ്ഞു. അപ്പൊ അതെനിക്ക് കിട്ടി. അത് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അയ്യേ അയ്യേ അയ്യേ, നിനക്ക് മണ്ടത്തരം, അല്ലേ? ശിവഭഗവാൻ നിന്നെ പറ്റിച്ചതാണ്, അങ്ങനെയൊന്നും നടക്കത്തില്ല. ഇനി വേണമെങ്കിൽ തലയിൽ തൊട്ട് നോക്കാം, അപ്പൊ അറിയാമല്ലോ, അല്ലേ? ഈ മണ്ട ശിരോമണി എന്ത് ചെയ്തു? പെട്ടെന്ന് തലയിൽ തൊട്ട് നോക്കി, അല്ലേ? ഭസ്മമായി പോയി. അല്ലേ? നമ്മളെ കഥ വേറെയൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ഭഗവാൻ ഇങ്ങനെ എന്താണ് സ്ത്രീ രൂപം എടുത്തെന്നും നല്ലൊരു സുന്ദരിയായിട്ട് മാറിയെന്നും, അല്ലെ? സുന്ദരി ഡാൻസ് ചെയ്തെന്നും, അതുപോലെ ഭസ്മാസുരൻ ഡാൻസ് ചെയ്തെന്നും, അതേസമയം സ്ത്രീ ഇങ്ങനെ തലയിൽ വെച്ചപ്പോ, ഭസ്മാസുരൻ തലയിൽ വെച്ചപ്പോ പുകയായി പോയെന്നും, അല്ലെ? അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ല, സംഭവം എല്ലാം ഒരുപോലെ. അപ്പൊ എന്ത് സംഭവിച്ചു ഇവിടെ? വിഷ്ണു ഭഗവാൻ ശിവ ഭഗവാനെ ഇവിടെ സഹായിച്ചു, രക്ഷിച്ചു. അതാണ്. അപ്പൊ അങ്ങനെയുള്ള അസുരന്മാരും ഉണ്ട്. അസുരന്മാരും ഇങ്ങനെ എന്ത് ചെയ്തു? ഇങ്ങനെ തപസ്സുകൾ ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ജ്ഞാനമുള്ള അസുരന്മാരാണ്. പക്ഷെ കഷ്ടകാലത്തിന് അവർ അസുരന്മാരായി പോയി എന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അല്ലേ? ഈ 17 7-ാമത്തെ ഒരു ശ്ലോകമുണ്ട്. അതൊന്ന് നോക്കട്ടെ, എന്താണ് അതിൽ പറയുന്നത്? എന്താണ്? മനുഷ്യർക്ക് ഭക്ഷണ വിഷയത്തിൽ പോലും ഇഷ്ടാനിഷ്ടാനങ്ങൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുസരിച്ചായിരിക്കും. യജ്ഞങ്ങൾ, തപസ്, ദാനം എന്നിവയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഇവയുടെ വ്യത്യാസങ്ങളെ പറ്റി കേട്ടോളൂ, അല്ലെ? അപ്പൊ എന്തെല്ലാമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നോക്കും, അല്ലെ? മനുഷ്യർക്ക് ഭക്ഷണ വിഷയത്തിൽ പോലും ഇഷ്ടാനിഷ്ടാനങ്ങൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുസരിച്ചായിരിക്കും യജ്ഞം. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം പോലും നമ്മുടെ ഇഷ്ടാനിഷ്ടം, അതും എന്താണ്? സാത്വികം, രാജസികം, തമോ ഗുണമാണ്. ചിലർ കണ്ടിട്ടില്ലേ, ഇഷ്ടംപോലെ എരി വേണം. എലി കുറച്ച് കുറഞ്ഞു പോയാൽ ആ വീട്ടിൽ ഭയങ്കര മഹാഭാരത യുദ്ധം നടക്കും, അല്ലേ? നിനക്ക് എന്താ കുറച്ച് ഒരു എരിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എന്ന് ചോദിക്കും, അല്ലേ? അവർക്ക് എരി ഭയങ്കരമായിട്ട് ഇഷ്ടം. അവരൊക്കെ തമോ ഗുണത്തിലാണ്, അല്ലേ? സാത്വിക ഗുണത്തിലുള്ളവർ അങ്ങനെ എരി ഉപയോഗിക്കില്ല. എരിയും പുളിയൊന്നും ഒരുപാട് ഉപയോഗിക്കത്തില്ല, മിതമായിട്ട് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുള്ളൂ, അല്ലെ? അപ്പൊ ഓരോരുത്തരുടെ ആഹാര രീതി പോലും ഈ 3 ഗുണങ്ങൾക്ക് അതീതമായിട്ട് അനുസരിച്ചിട്ടാണ്. കണ്ടോ? എല്ലാം ഭഗവാൻ പറയുന്നതാണ്. ഇനി 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധ തദർത്ഥം കർമ്മ കൗന്ദര്യ മുക്തസംഘ സമാചര. കർമ്മം ആർക്ക് വേണ്ടി ചെയ്യണം? വിഷ്ണുവിനായുള്ള യജ്ഞം എന്ന നിലയിൽ വേണം എന്താണ് അനുഷ്ഠിക്കേണ്ടത്. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയാണ്, സ്വന്തം സുഖത്തിന് വേണ്ടിയാണ്. പിന്നെ ആർക്ക് വേണ്ടി? വിഷ്ണുവിന് വേണ്ടി, അല്ലെ? ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ശ്ലോകം മനസ്സിലാവുന്നുണ്ട്, അല്ലെ? മനസ്സിൽ വരുന്നുണ്ട്. യെസ്, അതുകൊണ്ട്, അല്ലെ, യജ്ഞം നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ കൂടുതൽ ബന്ധിപ്പിക്കുകയോ. കുന്തിപുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നെന്നും ബന്ധമുക്തനായിരിക്കാം. ഇവിടെ അർജുനൻ ഇവിടെ തലേ കൈ വെച്ച് വിളിക്കുന്നത് എന്തിനാണ്? ഞാൻ ഈ പാവങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കും, ഈ ബന്ധുക്കളെയൊക്കെ കൊന്നിട്ട് എനിക്ക് എന്തിനായി രാജ്യം? ഈ രാജ്യം ഭരിക്കുമ്പോൾ വേറെ ആരൊക്കെ സന്തോഷിക്കാനും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനും ആള് വേണ്ടേ? അത് എവരൊക്കെ അല്ലേ? എവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തോന്ന് സുഖമാണ്, അല്ലെ? ഈ രാജ്യമൊക്കെ കിട്ടിയിട്ട് എന്ത് കാര്യം? ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ആൾക്കാർ വേണ്ടേ? എങ്കിലേ നമുക്കൊരു ഒരു ബലമുള്ളൂ, ഒരു സന്തോഷമുള്ളൂ, അല്ലേ? എന്നാണ് എന്താണ് അർജുനൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനേ യുദ്ധമൊന്നും ചെയ്യുന്നില്ല, ഞാനെന്താ ഇറങ്ങി പോകാൻ പോകണം, വല്ല കാട്ടിലും പോയി വല്ല കായികനികളും ഭക്ഷിച്ച് കഴിച്ചോളാം, എന്നെ ഇതിന് പ്രേരിപ്പിക്കരുത് ഭഗവാനെ. എനിക്ക് വയ്യ ഇവരെയൊക്കെ കൊല്ലാൻ, ഇവരൊക്കെ കൊന്നിട്ട് ആ കർമ്മം ഏറ്റെടുക്കാനുള്ള താല്പര്യം എനിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, അല്ലെ? യജ്ഞാർത്ഥാൽ കർമ്മണോ അന്യത്ര ലോകോകം കർമ്മബന്ധ. കർമ്മം വിഷ്ണുവിനായുള്ള യജ്ഞത്തെ എനിക്ക് വേണ്ടി നീ ചെയ്യുക. അപ്പോ നിനക്ക് ഈ ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളൊന്നും നിനക്ക് ഉണ്ടാവില്ല. നീ ഇപ്പൊ ഈ ഭൗതിക ബന്ധത്തിലല്ലേ നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെന്റെ അപ്പൂപ്പനാണ്, ഇതെന്റെ ചിറ്റപ്പനാണ്, ഈ ശരീരമായിട്ട് ബന്ധപ്പെടുത്തിയല്ലേ നീ പറയണേ, അല്ലെ? അതൊന്നും നിന്നെ ബാധിക്കില്ല. കുന്തിപുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ നീ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് നിന്റെ കർമ്മങ്ങള്. ആ കർമ്മം ഭഗവാന്റെ സംതൃപ്തിക്ക് ഞാനല്ലേ പറയുന്നത്, എന്റെ സംതൃപ്തിക്ക് വേണ്ടി നീ ചെയ്യുക.
അല്ലെ നിർവഹിക്കൂ. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നെന്നും ബന്ധപ്പെട്ടനായിരിക്കാം. അപ്പൊ നിന്നെ ഈ കർമ്മങ്ങളൊന്നും ബാധിക്കില്ല എന്ന്. അല്ലേ? എന്നിട്ട് മനസ്സിലായില്ല. ഹരേ കൃഷ്ണ. അപ്പൊ വീണ്ടും ഭഗവാൻ പറയാണ് അല്ലെ, 9-ാമത്തെ അധ്യായത്തിൽ എന്ത് പറയുന്നു? യത് കരോഷി യജ്ഞാതി യജ്ഞാസി യജ്ഞം അല്ലെ തദാസി എന്താണ് ഫലസ്യ കൗന്ദര്യ തത് കുരുഷ മതർപ്പണം. നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് എന്താണ് നിവേദിക്കുന്നുവോ അല്ലെ, അതെന്ത് ചെയ്യണം? നീ എന്ത് ഭക്ഷിക്കുന്നുവോ അതെല്ലാം, ഏഹ്, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ കുന്തിപുത്ര, അതെല്ലാം എന്നിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അല്ലെ? മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ശ്ലോകം മനസ്സിലായോ? ഏതാണ്? 5-ാമത്തെ അധ്യായത്തിലുണ്ട് അല്ലെ, ഭോക്താരാം യജ്ഞതപസ സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മുച്ചതി. അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഭോക്താരാം യജ്ഞതപസ. അല്ലെ? എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് ആരാണ്? സർവലോക മഹേശ്വരം അല്ലെ, ഭഗവാനാണ്. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും സർവ്വലോകങ്ങളുടെയും അധിപനും. അല്ലെ? സർവലോക മഹേശ്വരം അതാരാണ്? എല്ലാവരുടെ സുഹൃത്ത് ആരാണ്? അതും ഭഗവാൻ തന്നെയാണ്. അല്ലെ? ഹൃദയത്തിന് അടിക്കുന്ന ആളാണ് സുഹൃത്ത് എന്ന് പറയുന്നത്. ഹൃദയത്തോട് അടുപ്പമുള്ള ആൾ, സുഹൃദയത്തിൽ നമ്മൾ ഒരുപാട് ചേർത്ത് വയ്ക്കുന്ന ആൾ, അതാണ് സുഹൃത്ത് എന്ന് പറയുന്നത്. അല്ലെ? നമ്മുടെ രഹസ്യങ്ങളൊക്കെ അറിയുന്നയാൾ, നമുക്കെല്ലാം തുറന്നു പറയാൻ പറ്റുന്നവർ, അതാണ് സുഹൃത്ത് എന്ന് പറയുന്നത്. സുഹൃത്ത് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾ. അപ്പൊ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും എന്താണ് സർവ്വലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും. അല്ലെ? നമുക്കിപ്പോ കുറെ സുഹൃത്ത് ഈ ജന്മത്തിൽ ഉണ്ടാവും അല്ലെ? പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് വേറെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരിപ്പോ നമ്മൾ അറിയോ? അറിയില്ല. അടുത്ത ജന്മത്തിൽ ഇനി വേറെ ജന്മം കുറെ സുഹൃത്ത് വരും, അവർ നമ്മൾ അറിയോ? അറിയില്ല. പക്ഷേ ഈ എല്ലാ ജന്മത്തിലും സുഹൃത്തായിട്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. അതാരാണ്? ഭഗവാൻ, സർവ്വലോക മഹേശ്വരൻ, സർവ്വലോകത്തിന്റെയും ജഗത്തിന്റെയും നാഥൻ, എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുദയാകാംക്ഷിയുമാണ് ഞാനെന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടുന്നു. അല്ലെ? ശാന്തി മൃച്ഛതി എന്ന് പറയും. ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. എന്നെ അറിയുന്നവൻ, അല്ലെ, അവർക്ക് എന്ത് പറ്റും? ശാന്തി കിട്ടും, സമാധാനം കിട്ടും. അല്ലെ? അഭ്യുദയകാംക്ഷി എന്നൊരു വാക്കും കൂടെ ഉണ്ട്. അഭ്യുദയകാംക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നന്മ മാത്രം പ്രതീക്ഷിക്കുന്ന ആള്. അത് നമുക്ക് ഈ ജന്മം തോന്നും, നമുക്ക് തോന്നും നമുക്ക് നമ്മളെ അച്ഛനുണ്ട്, നമ്മളെ അമ്മയുണ്ട്, അല്ലെ, നമ്മളെ കൂട്ടുകാരുണ്ട്, നമ്മളെ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ അതിലും അപ്പുറത്താണ് ആര്? ഭഗവാനാണ് സുഹൃത്ത്. അല്ലെ? അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ കഴിഞ്ഞ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ഇത്രയും കോടാനുകോടി ജന്മം എടുത്തപ്പോഴൊക്കെ ആരായിരുന്നു നമ്മുടെ സുഹൃത്ത്? നമ്മുടെ ഭഗവാൻ നമ്മുടെ സുഹൃത്തായിരുന്നു. അതാണ് സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ഇത് മനസ്സിലാക്കിയവൻ എന്ത് ചെയ്യുന്നു? ശാന്തി നേടുന്നു, സമാധാനം നേടുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് കർമ്മം കിട്ടിയാലും നമ്മൾ അത് ആർക്ക് വേണ്ടി ചെയ്യണം? ഭഗവാന് വേണ്ടി ചെയ്യണം. കഴിഞ്ഞില്ലേ? നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ ഇനി അതിന്റെ പുറകെ നടന്ന് ഒരു വിശകലനം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് തോന്നിയാലും അതിപ്പോ വിജയിച്ചാലും വിജയിച്ചില്ലായാലും നോ പ്രോബ്ലം. അത് ആർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം? ഭഗവാന് വേണ്ടി ചെയ്യും. അല്ലെ? ചിലർ പറയും, ഓ, അവിടെ വന്നാലില്ല, അങ്ങനെ മുഖം കാണേണ്ടി വരും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയും അമ്പലത്തിൽ. അല്ലെ? ഇങ്ങനെ മോഹൻ എനിക്ക് കാണാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആ മാതാജി സംസാരിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല, ഒരു വല്ലാത്ത രീതിയിൽ മറ്റുള്ളവർ കുറ്റം പറഞ്ഞാണ് സംസാരിക്കുന്നത്, എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, അമ്പലത്തിലോട് വരുന്നില്ല എന്ന് പറയും. അല്ലേ? ആർക്കാ നഷ്ടം? മോഹനവന് തന്നെയാണ് നഷ്ടം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വേറെ ആരും നോക്കേണ്ട ആവശ്യം, നമ്മൾ ആർക്ക് വേണ്ടി വരണം? ഭഗവാന് വേണ്ടി വരണം. നമ്മൾ അവിടെ എന്ത് സേവ ചെയ്താലും ആർക്ക് വേണ്ടി ചെയ്യണം? ഭഗവാന് വേണ്ടി ചെയ്യണം. അല്ലേ? അപ്പൊ പിന്നെ നമ്മൾ വേറെ ആരെയും നോക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ നോക്കി ചിരിച്ചില്ല, അല്ലെങ്കിൽ ആ മാതാജി അപ്രീസിയേറ്റ് ചെയ്തില്ല എന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. എന്തായാലും നമ്മൾ ആർക്ക് വേണ്ടി ചെയ്തത്? ഭഗവാന് വേണ്ടി ചെയ്തതാണ്. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അല്ലേ? 18-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് എന്താണ്? യാ ഇതം പരമം ഗുഹ്യം മത് പക്ഷേഷ അഭി അഭിധാസ്യതി ഭക്തിം മയി പരാം കൃത്വ മാമേ വൈശ്യസ്യ സംശയ. അല്ലെ? പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ, യായിതം പരമം ഗുഹ്യം, ഗുഹ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രഹസ്യമാണ്, വളരെ സീക്രട്ടാണ്. അല്ലെ? പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ, ഭഗവാന്റെ കാര്യങ്ങൾ, ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ ജ്ഞാനത്തെ എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധ ഭക്തിയുടെ സേവനം സുനിശ്ചിതമാണ്.
വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. യാ ഇതം പരമം ഗുഹ്യം. നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. എന്തിനാണ്? നമുക്കത് വളരെ ഉപയോഗം ചെയ്യും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നാളെ പ്രീച്ചേഴ്സ് ആവേണ്ടതാണ്. നാളെ അല്ലെ ക്ലാസ് എടുക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെ. അത് എന്തുകൊണ്ടാണെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എന്താണ്? യാ ഇതം പരമം ഗുഹ്യം മത്പക്വേശാസൻ ഭക്തിമയി പരാകൃത്വ മാമേ വൈശ്യത്യ സംശയ സംശയം എന്നല്ല, അസംശയം എന്നാണ് പറയുന്നത് അല്ലെ. വൈശ്യസ്യ അസംശയ എന്നാണ് അല്ലെ. സംശയം വേണ്ടെന്ന്. പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ്? പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധഭക്തിയുടെ സേവനം സുനിശ്ചിതമാണ്. ഞാൻ അവന് ശുദ്ധഭക്തി കൊടുക്കും. ആരാ പറയുന്നത്? ഭഗവാനാ പറയുന്നത് അല്ലേ. നമുക്കതിൽ സംശയം വേണ്ട. അപ്പൊ അവനറിയാം നമുക്ക് ഇച്ചിരി സംശയം ഉണ്ടെന്ന് അല്ലേ. അപ്പൊ എന്താ പറയുന്നത്? അപ്പോ ഉപദേശിക്കുന്നതിന് ശുദ്ധഭക്തിയുടെ സേവനം സുനിശ്ചിതമാണ്. അവസാനം എന്ത് പറ്റും? അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും എത്തുകയും ചെയ്യും. എന്ത് പറയുന്നു അല്ലെ? അസംശയ. സംശയം വേണ്ട. ഭഗവാൻ പറയാണ്. ഭഗവാൻ അറിയാം നമുക്ക് സംശയം ഉണ്ടാകും. അതുകൊണ്ട് ഭഗവാൻ എടുത്തു പറയാണ് സംശയം വേണ്ട, അസംശയം. എന്ത്? അവസാനം അയാള് എന്നിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. ആര്? എന്റെ കാര്യങ്ങള്, എന്റെ കഥകള് അല്ലെ, എന്റെ ജ്ഞാനം മറ്റുള്ളവന് പറഞ്ഞു കൊടുക്കുന്നവന്. അല്ലാതെ നമ്മളിങ്ങനെ ഇറുകി പിടിച്ചോണ്ടിരിക്കുകയല്ല വേണ്ട അല്ലെ. എനിക്ക് മാത്രം മതി, വേറെ ആർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ എന്താ? നമ്മൾ എന്തറിഞ്ഞാലും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അവിടെയാണ് അതിന്റെ പ്രാഗൽഭ്യം അല്ലെങ്കിൽ പ്രാധാന്യം വരുന്നത് അല്ലെ. നമ്മൾ മിണ്ടാതെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. എനിക്ക് ഭഗവാനെ കുറിച്ച് എല്ലാം മനസ്സിലായി, ഇത് എന്നിൽ തന്നെ ഇരിക്കട്ടെ, വേറെ ആരും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കരുത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ചൈതന്യ മഹാപ്രഭു നമ്മൾ എന്താ പഠിപ്പിച്ച? ആരെ ദേക്കോ താരെ കഹോ കൃഷ്ണ ഉപദേശ് അല്ലെ. ആരെ കണ്ടാലും നമ്മൾ എന്ത് പറയണം? ഭഗവാനെ കുറിച്ചിട്ട് പറയണം, കൃഷ്ണന്റെ കഥകൾ പറയണം. അതാണ് ചൈതന്യ മഹാപ്രഭു നമ്മളോട് പറഞ്ഞു അല്ലെ. യാരെ ദേക്കോ താരെ കഹോ കൃഷ്ണ ഉപദേശ്. പുള്ളി വളരെ മെഴ്സിഫുൾ ആയിരുന്നു അല്ലെ. ഭഗവാൻ എന്താ പറഞ്ഞതെന്നറിയാം? ഭഗവാൻ എന്താ പറഞ്ഞത്? ഭഗവാൻ പറഞ്ഞത് എന്റെ ഭക്തന്മാരല്ലാത്തവരോടൊന്നും പറഞ്ഞു കൊടുക്കരുത് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷെ ഭഗവാന്റെ ഭക്തനായിട്ട് വന്ന ആ, 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 ചൈതന്യ മഹാപ്രഭു ഭക്തനല്ല കേട്ടോ, അദ്ദേഹം സാക്ഷാൽ ഭഗവാനാണ്. പക്ഷെ അദ്ദേഹം എങ്ങനെയാണ്, ആയിട്ടാണ് വന്നത്? ഒരു അവതാരത്തിന് ഒരു ലക്ഷ്യമില്ല. അദ്ദേഹം ആ മൂഡിലാണ് വന്നത്. ഏത് മൂഡിൽ? ഭഗവാനെ അല്ലെ, ഭഗവാൻ കൃഷ്ണനെ എന്താണ് ആചരിക്കുന്ന അല്ലെങ്കിൽ ഭക്തിപൂർവ്വം സേവിക്കുന്ന ഒരു ഭക്തന്റെ നിലയിലാണ് ചൈതന്യ മഹാപ്രഭു വന്നത്. അത് നമുക്ക് വേണ്ടിയാണ്. ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചത്. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ അങ്ങനെ നോക്കണ്ട. ആരെ കണ്ടാലും യാരേതേക്കോ, ആരെ കണ്ടാലും, ചണ്ടാലിനെ കണ്ടാലും പറയണം, ഭഗവാനെ കുറിച്ച് പറയണം. അവൻ ഭക്തനാണോ അഭക്തനാണോ നോക്കേണ്ട ആവശ്യമില്ല. സി, അതാണ് മേഴ്സി അവതാരം അല്ലെ എന്ന് പറയുന്നത്. കരുണാവതാരം അല്ലെ. ആരാണ് കരുണാവതാരം? ചൈതന്യ മഹാപ്രഭു അല്ലെ. ചൈതന്യ മഹാപ്രഭു കരുണാവതാരമാണ്, ഗുഹ്യാവതാരമാണ് അല്ലെ. പലർക്കും അറിയത്തില്ല. നമ്മളെ കേരളത്തിലുള്ള എത്ര പേർക്ക് അറിയാം ചൈതന്യ മഹാപ്രഭു? ചൈതന്യ മഹാപ്രഭു അതാര്? അമ്പലത്തിൽ അതാരും അവിടെ കൈ പൊക്കി നിൽക്കണം എന്ന് ചോദിക്കാം അല്ലേ. കൈ താത്തിട്ടൂടെ? കൈ കഴിക്കൂലേ? കൈ അങ്ങനെ പൊക്കി വെച്ചോണ്ടിരിക്കുന്നത്? ഓരോരുത്തർ ചോദിക്കുന്ന സംശയങ്ങളാണ്. കാര്യം അവർക്ക് അറിയില്ല അത് ആരാണെന്ന്, അവർ കണ്ടിട്ടേ ഇല്ല അല്ലേ. അവരുടെ സംശയങ്ങളല്ല. ഭഗവാനാണെങ്കിലും മനുഷ്യരായിട്ട് ഇങ്ങനെ നിശ്ചയിച്ച് കൈ അടച്ചാലും കുഴപ്പമില്ല, എല്ലാവർക്കും അനുഗ്രഹം വേണം, എല്ലാവരും അനുഗ്രഹിക്കണം. വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ അനുഗ്രഹിക്കണം. റോഡിൽ കൂടെ പോയാലും മതി, അവർക്കും കിട്ടുകയാണ് മനുഷ്യൻ അല്ലെ. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അദ്ദേഹം അത്രയും വലിയൊരു ഭക്തനായിട്ടാണ് നമ്മുടെ ഫ്രണ്ടിൽ വന്നത്. അപ്പൊ അദ്ദേഹം നമ്മളോട് പറഞ്ഞാണ് എന്താണ്? യാരേക്കോ താരേക്കോ കൃഷ്ണോപദേശം. ആരെ കണ്ടാലും നമ്മൾ ആരെ കുറിച്ചിട്ട് പറയണം? ഭഗവാനെ കുറിച്ചിട്ട് പറയണം. നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. നമ്മള് ഒരു ദിവസം ഒരു ശ്ലോകങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ അല്ലെ, അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം. കണ്ടോ, ഞാനിന്ന് രാവിലെ ഒരു ശ്ലോകം വായിച്ചു, വായിച്ചു, അതിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാം. അപ്പൊ അവർക്കും ഒരു സന്തോഷം തോന്നും അല്ലെ. അപ്പൊ നമ്മളെ കാണുമ്പോഴൊക്കെ അവർ ഒരു പ്രതീക്ഷിക്കും, പിന്നെ ഏതെങ്കിലും ഒരു ശ്ലോകത്തിന്റെ കാര്യം പറഞ്ഞു തരുമായിരിക്കും, പ്രഭു പറഞ്ഞു തരുമായിരിക്കും എന്ന് അവർക്കൊരു താല്പര്യം തോന്നും. നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നും. അതാണ് ഇവിടെ പറയുന്നത്. യാ ഇതം പരമം ഗുഹ്യം മൻ ഭക്തിവിശ്വാസം. പരമ രഹസ്യമായ ഗുഹ്യം, പരമം ഗുഹ്യം, പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധഭക്തിയുടെ സേവനം സുനിശ്ചിതമാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഇന്നോട്ട് എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും. എന്ത്? ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും.
അങ്ങനെയുള്ളവര് എന്ത് പറയുന്നു? ഭഗവാൻ എന്താ പറയുന്നത്? അവസാനം അയാള് എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. അല്ലെ? സംശയം വേണ്ട, തീർച്ചയായിട്ടും അവര് എന്നിലേക്ക് വന്നു ചേരും എന്നാണ് ആര് പറഞ്ഞത്? വേറെ ആരും പറഞ്ഞതല്ല, പിന്നെയോ ഭഗവാൻ തന്നെ പറഞ്ഞത്. അതിൽ കൂടുതൽ ഒരു ഓതന്റിസിറ്റി എന്താ വേണ്ടേ? അല്ലേ? അപ്പൊ ഇതിനോട് ചേർന്ന് അടുത്ത ശ്ലോകത്തിലും 69-ാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ പറയുന്നത് "നച തസ്മാൻ മനുഷ്യേഷു കശ്ചിൻ പ്രേ സോറി പശ്ചിന്മേ പ്രിയ പ്രിയ കൃതമ അല്ലെ ഭവിദാന ചമേ തസ്മാദത്യ പ്രിയതമോ ഭൂസു ഭൂവി" അല്ലെ? അങ്ങനെയുള്ള ഒരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ ഒരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. എങ്ങനെയുള്ള? എന്റെ കാര്യങ്ങള് എന്റെ ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളിനോട്, അല്ലെ? അതാണ് അങ്ങനെയുള്ള ഭൃത്യന്മാരിനോട്, അല്ലെ? അദ്ദേഹത്തിനെ സേവകനാക്കി മാറ്റിയാലേ ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ? അങ്ങനെയുള്ള ഭൃത്യനെ, അല്ലെ? അങ്ങനെ ഉള്ള ഒരു ഭൃത്യനെ, അല്ലെ, എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല. അപ്പൊ അതിനേക്കാളും എനിക്ക് ഇഷ്ടമുള്ള വേറൊരാള് ഈ ലോകത്തില്ല എന്നർത്ഥം. ആരെക്കാളും? എന്റെ കഥകള് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരെക്കാളും വേറെ ആരും എനിക്കില്ല. അവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, അല്ലെ? അവരെക്കാളും വലുതായിട്ട് ഇനി ആരും ഉണ്ടാവുകയില്ല. കണ്ടോ? ഭഗവാൻ പറയുന്ന വാക്ക് കണ്ടോ? ഭഗവാൻ നമുക്ക് ഉറപ്പ് തരികയാണ്. അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ടവർ, അല്ലെ, ആരാണ്? ഭഗവാന്റെ കാര്യങ്ങൾ ആർക്കെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പ്രീച്ചിങ് 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 ഇസ് ദ എസൻസ് എന്ന് പ്രഭുപാദ് പറഞ്ഞ. അതുകൊണ്ടാണ് എന്താണ് നമ്മൾ പ്രീച്ച് ചെയ്യണം, നമ്മൾ സംസാരിക്കണം, നമ്മൾ വാ തുറന്ന ആൾക്കാരോട് പറയണം. ആരെ കുറിച്ചിട്ട്? ഭഗവാനെ കുറിച്ചിട്ട്. നമ്മള് കൃഷ്ണാബോധ സമിതിയിലുള്ളവരാണ്. കൃഷ്ണ അവബോധ സമിതിയിൽ ഉള്ളവരല്ലാതെ ഈ ഭഗവാനെ കുറിച്ച് വേറെ ആര് പറയും? ആരും പറയും, അല്ലെ? അവർ മറ്റുള്ളവരെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ഭഗവാനെ കുറിച്ച്, കൃഷ്ണനെ കുറിച്ച് പറയാം. നമ്മളെ പ്രൊപ്പഗൻഡ, അല്ലെ? നമ്മൾ അതിങ്ങനെ നമ്മുടെ അജണ്ട അതായിരിക്കണം. എന്ത്? ഭഗവാനെ കുറിച്ചിട്ട് എല്ലാവർക്കും, മാക്സിമം എല്ലാവർക്കും എത്തിക്കാൻ നോക്കണം, അല്ലെ? 10 അവതാരത്തിൽ ഒരാൾ മാത്രമായിട്ടല്ല, പിന്നെയോ സർവഭൂത മഹേശ്വരം, അല്ലെ? എല്ലാ ലോകങ്ങളുടെയും മഹേശ്വരനാണ് അദ്ദേഹം. ഓക്കെ. അപ്പൊ യാരേക്കോ താരേക്കോ കൃഷ്ണ ഉപദേശം നമ്മൾ മനസ്സിൽ വെച്ചിക്കുക, അത് മറക്കരുത്. പ്രഭുപാദ് എന്താ പറഞ്ഞത്? പ്രീച്ചിങ് ഇസ് ദ എസൻസ് എന്നാണ് പറഞ്ഞത്, അല്ലെ? പ്രഭുപാദ് എന്താണോ പറയുന്നത് അത് നമ്മൾ ഫോളോ ചെയ്യണം. അതിന് നമുക്ക് ജ്ഞാനം വേണം. അതിനായി നമ്മൾ എന്ത് ചെയ്യണം? പ്രഭുപാദരുടെ ബുക്സ് വായിക്കണം ദിവസവും, അല്ലെ? കുറച്ച് സമയം ബുക്ക് റീഡിങ്, ബുക്ക് വായിക്കാനായിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഒരു 10-10 മിനിറ്റ്, 10 മിനിറ്റ് 10, അല്ലെങ്കിൽ 15 മിനിറ്റ് 15 മിനിറ്റ്. എന്താ കിട്ടാത്തത്? 24 മണിക്കൂർ നമുക്കില്ലേ? 10 മിനിറ്റ് നമുക്ക് മാറ്റി വെച്ചൂടെ? അല്ലെ? എന്തെങ്കിലും ഒരു ഇച്ചിരി, ഒരു പകുതിയെങ്കിലും, ഒരു പകുതി പാരഗ്രാഫെങ്കിലും വായിച്ചൂടെ? ഇല്ല, അതാണ് പ്രഭുപാദ് പറഞ്ഞത് പ്രീച്ചിങ് ഇസ് എസൻസ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? ജ്ഞാനം വേണം. നമ്മൾ വേറെ കഥ കാര്യം നമുക്കൊന്നും പറയാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. എന്ത് പറയും? എന്തെങ്കിലും ചോദിച്ചാൽ വല്ല ഉത്തരം പറയണ്ടേ? അത് പേടിച്ചിട്ടാണ്. അങ്ങനെയല്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് പ്രിപ്പയർ. നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെ? ബുക്സ് വായിക്കണം, അല്ലേ? ഡോക്ടർ പണ്ട് പണ്ട് ഒരാൾ പറഞ്ഞിട്ടില്ലേ, നമുക്കൊരു ചൊല്ലുണ്ടല്ലോ, an apple a day keeps the doctor away എന്ന്, അല്ലേ? അതുപോലെ 16 rounds a day keeps മായ away. അല്ലെ? 16 റൗണ്ട് എല്ലാ ദിവസവും ജപിച്ചു കഴിഞ്ഞാല് മായ നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. അല്ലേ? അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? ആദ്യം ബുക്ക് വായിക്കണം, പിന്നെ 16 റൗണ്ട് ജപിക്കണം മിനിമം. അതിനെയാണ് ശ്രവണം, കീർത്തനം, സ്മരണം എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ ശ്രവണം, കീർത്തനം, സ്മരണം വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്. അത് ഭക്തി വളരാനായിട്ടുള്ള 9 വിധ പ്രക്രിയയിലെ 3 ശ്രവണം, കീർത്തനം, സ്മരണം. ഞാൻ വേറൊരു ഇത് പറഞ്ഞുതരാം. അതായത് നമ്മൾ വായിക്കുന്നത് ഉറക്കെയായിരിക്കണം, അപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റും, അല്ലെ? അപ്പൊ ശ്രവണം, അല്ലെ? കേൾക്കുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ആരോട്? മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നമ്മൾ രാവിലെ വായിച്ചത് നമ്മൾ കേട്ടു, ആ കേട്ട് നമ്മൾ അന്നത്തെ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെ? അപ്പോ ശ്രവണമായി, കീർത്തനമായി. പിന്നെയോ സ്മരണം. ഈ പഠിക്കുന്നതൊക്കെ നമ്മൾ ഓർത്തു വയ്ക്കണം, അല്ലെ? ഇതൊന്നും മറന്നു പോകാൻ പാടില്ല. അപ്പൊ ഇന്ന് എടുത്ത അല്ലെങ്കിൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ കഥകൾ എല്ലാം നമ്മൾ ഓർത്തു വയ്ക്കണം, അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ സ്മരണം എന്ന് പറയുന്നത്. സ്മരിക്കണം, സ്മരിച്ചുകൊണ്ടിരിക്കും, അല്ലെ? അപ്പൊ അതാണ് ശ്രവണം, കീർത്തനം, സ്മരണം. കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വായിക്കണം, അല്ലെ? അത് ഉറക്കെ കേൾക്കണം, കേട്ടിട്ട് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. പിന്നെയോ ഇതെല്ലാം ഓർത്ത് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ വേണം. ശ്രവണം, കീർത്തനം, സ്മരണം, അല്ലെ? ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത് an apple a day keeps the doctor away എന്ന് പറഞ്ഞതുപോലെ, അല്ലെ? 16 rounds a day keeps മായ away എന്നാണ്. അതായത് 16 റൗണ്ട് ജപിക്കുന്ന ആൾക്കാരുടെ അടുത്ത് മായ വരില്ല.
അപ്പൊ 16 റൗണ്ട് ജപിച്ചില്ലെങ്കിലോ പറയും. അപ്പൊ ശരിയായ പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ. ബാക്കിയുള്ള കാര്യങ്ങൾ ഹരേ കൃഷ്ണ. അല്ലേ, ആരും എന്നെ പേടിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ഞാനിവിടെ നിർത്തുകയാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. കൃഷ്ണ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. മായ പിടിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹരേ കൃഷ്ണ. ഇനി ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാൻ പോകും, അപ്പോഴേ രക്ഷയുള്ളൂ. 16 റൗണ്ട് മാല ജപിക്കണം. മഹാമന്ത്ര ജപം ജപിക്കണം. 16 മാലയെങ്കിലും ജപിക്കണം, ചുരുങ്ങിയത്. അതെ. ഓ, മായ പിടിച്ചു, എന്നെ മായ പിടിച്ചു എന്ന് ഇനി ആരും പറയരുത്. അതിനുള്ള രഹസ്യം പറഞ്ഞു തന്നു പ്രഭു. മുടങ്ങാതെ ജപിക്കുക 16 മാല. പ്രഭുജിയോട് ആദരവപൂർവ്വം നമ്മള് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൽപതരൂപേച കൃപാ സിന്ധുഭൈവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनेकोटि वैष्णव वृंद की हरिनाम संकीर्तन यज्ञ की हरे कृष्णा महामंत्र की शिला प्रभुपाद की जय। श्री आनंद पद्मनाभ स्वामी की जय। हरे कृष्णा प्रभु जी धन्यवाद। हरे कृष्ण प्रभु जी प्रणाम प्रभु जी हरे कृष्ण പ്രഭുജി, താങ്ക് യു പ്രഭുജി. हरे कृष्ण प्रभु जी हरे कृष्ण ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ.